ഋഷി പ്രത്യേക ബ്ലോക്കിലാണ് രാഹുൽ വന്നാലിരിക്കുക. അപ്പോഴും ചോദ്യം ഇതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പത്തനംതിട്ടയിൽ തന്നെ തുടരുന്നുണ്ട്, അടൂരിൽ തന്നെ തുടരുന്നുണ്ട്. നമ്മുടെ പ്രതിനിധി ഗോകുൽനാഥ് അവിടെയുണ്ട്. ഇന്നലെ നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും രാത്രിയിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്ന് പുറപ്പെട്ടോ എന്നൊരു ചോദ്യവുമായിട്ടാണ് അവിടെ നിന്നത്. പക്ഷേ ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിന് പുറത്ത് ഒന്നിറങ്ങി പത്രം ഒന്ന് വായിച്ച് വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി പോവുകയായിരുന്നു. ഇതുവരെയും രാഹുൽ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഇനി കുറച്ച് നേരത്തെ പുറപ്പെടാനും പറ്റുന്നില്ല. സമയം ഒരു 8:30-9 മണിയാകുമ്പോഴേക്ക് സഭയിൽ എത്തിച്ചേരുമെന്നിപ്പോൾ നമ്മൾ കരുതുന്നില്ല. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഇപ്പോൾ എന്തായാലും രാവിലെ 9-10 മണിക്ക് മുമ്പ് എത്തിച്ചേരാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപാൽ പക്ഷേ വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ, ഒരുപക്ഷെ നാടകീയമായി തന്റെ രാജ്യപ്രഖ്യാപനമൊക്കെ നടത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്താണ് സാധ്യത റോഷി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിച്ചേർന്നാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ കൂടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നിയമസഭയ്ക്കകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എത്താൻ അത് അത്ര എളുപ്പമാകില്ല. കാരണം ഇനി കോൺഗ്രസ് നേതാക്കൾ വളരെ വിശദമായി ചർച്ചകൾക്കൊടുവിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രവുമല്ല, ഈ സഭാ സമ്മേളനം 11 ദിവസം മാത്രമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുക. ആ 11 ദിവസവും സഭയ്ക്കകത്ത് സർക്കാരിനെതിരെ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ, വജ്രായുധം ഉൾപ്പെടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രതിപക്ഷം. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യമുണ്ടായാൽ പൂർണ്ണമായും UDF പ്രതിരോധത്തിലാകും, പ്രതിപക്ഷം പ്രതിരോധത്തിലാകും എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിച്ചേരാൻ പാടില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പറയുമ്പോഴും കോൺഗ്രസ് നേതൃത്വം തന്നെ പറയണം രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭയിലേക്ക് വരാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്നവർ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഏതായാലും ഇന്ന് വന്നില്ലെങ്കിലും നാളെയോ അടുത്ത ദിവസങ്ങളിലോ, കാരണം അടുത്ത മാസം 10 വരെ നിയമസഭാ സമ്മേളനം തുടരുന്നുണ്ട്, ആ 11 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തി കഴിഞ്ഞാൽ പോലും അത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും, വെല്ലുവിളിയാകും. കാരണം നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ 2 തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സഭാ സമ്മേളനം അതൊരു ബജറ്റ് സമ്മേളനം മാത്രമാണ്. അവിടെ ഇതുപോലെ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള സമയം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ സഭാ സമ്മേളനം പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തോടെ നഷ്ടമാകുമെന്ന ആശങ്ക. ഏതായാലും ഇനിയും ദിവസങ്ങളുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയില്ലെങ്കിൽ പോലും, കാരണം ഇന്ന് ചരമോപചാരം മാത്രമാണ്, മറ്റ് സഭാ നടപടിക്രമങ്ങളൊന്നുമില്ല. നാളെയാണ് സഭയിൽ രാഷ്ട്രീയ വിഷയങ്ങളടക്കം മറ്റ് വിഷയങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത്. ചോദ്യോത്തരവേള ഉൾപ്പെടെ തുടങ്ങുന്നത് നാളെയാണ്. അതുകൊണ്ട് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ റിപ്പോർട്ടറിന്റെ സ്ക്രീനിൽ കാണുന്നതിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്തനംതിട്ടയിലെ വീടിൻ്റെ ദൃശ്യങ്ങളാണ്, അടൂരിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ ഗോകുൽനാഥ് ഉണ്ട്. രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് കണ്ടു. അദ്ദേഹം പുറത്തിറങ്ങി പത്രം എടുത്ത് വായിച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം റഹീസ് റഷീദ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റഹീസ്, CPM-നെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരണം എന്നുള്ളതാണ് മനസ്സിലിരിപ്പത്താണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായ ചോദ്യത്തിൻ്റെ മൂർച്ച തന്നെ നഷ്ടപ്പെടും. അത് CPM-ൻ്റെ ഒരു തന്ത്രമായിരിക്കാം. എന്തായാലും CPM ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ KM മാണി പണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എത്തിയതുപോലെയുള്ള നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കലാപരിപാടിയൊന്നും CPM ആഹ്വാനം ചെയ്യില്ല. പകരം പ്രത്യേക ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത് കാണാൻ ഭരണപക്ഷത്തിന് ഒരു രാഷ്ട്രീയ കൗശലമുണ്ട്, ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുമെന്നതും ഉറപ്പല്ലേ റഹീസ് റഷീദ്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിയാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ നിർത്തി ഭരണപക്ഷം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പ്രതിപക്ഷത്തെ നേരിടാൻ എന്നാണ് ഭരണപക്ഷം കരുതുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയെങ്കിലും സഭയിലൊന്ന് എത്തണമെന്നാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നിനി രാഹുൽ മാങ്കൂട്ടം എത്താനുള്ള സാധ്യതകളുമില്ല. പലതരത്തിൽ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ ചേരുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ നിരവധി ആയുധങ്ങളുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ 6 മാസത്തിനിടെ
സഭയ്ക്ക് പുറത്തുണ്ടായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ലോക്കപ്പ് വർധന കാര്യത്തിൽ മറുപടി പറയിപ്പിക്കുക. അദ്ദേഹം ഇതുവരെ ആ വിഷയത്തിൽ അനങ്ങിയിട്ടില്ല. അത്തരം കുറേ കാര്യങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് വരുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം മറ്റൊരു ബെഞ്ചിൽ, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിൽ, പ്രതിപക്ഷത്തിന്റെ പിറകിലൊരു ബെഞ്ചിലിരുന്നാൽ അത് ആക്രമണം മുന കൂട്ടാമെന്നാണ് ഭരണപക്ഷം കരുതിയത്. അതിനുവേണ്ടി നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ വരുമ്പോൾ തടയുക പോലുള്ള കയ്യാങ്കളിയിലേക്ക് പോകുന്ന സമരങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഭരണപക്ഷം ഇതുവരെ ആലോചിച്ചിട്ടില്ല. ആകെ ആലോചിച്ചത് കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിടുമ്പോൾ ഭരണപക്ഷത്ത് കുറച്ചധികം MLA-മാരുണ്ട്. ഇപ്പോൾ നൗഷാദിനെ പോലെ, KV സുമേഷിനെ പോലെ ഉള്ള MLA-മാരുണ്ട്. അവരോട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുക്കാനുള്ള ഒരു റിസർച്ച് തന്നെ നടത്തി വരാനുള്ള നിർദ്ദേശം അത്തരം കുറച്ച് MLA-മാർക്ക് പാർട്ടി നൽകിയിട്ടുണ്ട് എന്നതല്ലാതെ മറ്റ് തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കും, അതല്ലാതെ ബഹളം വെക്കുക, തടയുക, അത്തരം ഒരു കാര്യത്തിലേക്കും പോകേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം. എന്ന് മാത്രമല്ല, ഈ വയനാട് സംഭവം നിൽക്കുന്നത് ഭരണപക്ഷത്തിന് ആശ്വാസമാണ്. അവിടെ ആത്മഹത്യാ ശ്രമങ്ങളും നിൽക്കുന്നു. ഓണക്കാലത്ത് ഒരു പേരിനും കിട്ടാതെ ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനുള്ളതും കൊടുത്തു, മുമ്പ് കൊടുക്കാനുള്ള ഗഡുവും കൊടുത്തു, എല്ലാത്തരം പെൻഷനും കൊടുത്തു, വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൂടി അവസാന ബജറ്റ് സമ്മേളനത്തിന്റെ തൊട്ടു മുമ്പുള്ള സമ്മേളനം ആ തരത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കാൻ CPM തയ്യാറെടുത്തിട്ടുമുണ്ട്. റഹീസ്, അരുൺ ചോദിക്കുന്നു, CPM-ന്റെ നിലപാട് 4 ആള് കൂടുന്നതിന്റെ നടുവിൽ കിട്ടണം രാഹുലിനെ എന്നുള്ളതാണ്. സിനിമയിൽ ഒരുപാട് ട്രോളുകൾ സോഷ്യൽ മീഡിയയിലെങ്കിലും വന്ന് നിറയുന്നുണ്ട്. പക്ഷേ CPM അതിൽ രാഷ്ട്രീയമായി കാണുന്നൊരു സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ കടന്നാക്രമിക്കാൻ വരുന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ ഒന്ന് പിടിച്ചുലയ്ക്കാൻ പറ്റും. കാരണം സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നൗഷാദിനെ പോലുള്ള MLA-മാരൊക്കെ ഉണ്ടല്ലോ, അവർ എഴുന്നേറ്റ് നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ 1-2 അഭിപ്രായങ്ങൾ അതിനിടയ്ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞാൽ മതി. പ്രതിപക്ഷം കൊണ്ടുവരുന്ന വലിയൊരു ആവേശമുണ്ടല്ലോ, പെട്ടെന്ന് തണുത്തു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. അത് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ തന്നെയായിരിക്കും. അദ്ദേഹമാണല്ലോ CLP-യുടെ ലീഡർ, പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ. അതുകൊണ്ടാണ് VD സതീശൻ കർശന നിലപാടെടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ്. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ അടൂരിലെ വീട്ടിൽ നിന്നും. ഗോകുൽ, വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ. ഇന്നലെ രാത്രി മുഴുവൻ നമ്മളെല്ലാവരും, എല്ലാ മാധ്യമങ്ങളും കാത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ഇനി കുറച്ച് നേരത്തെ പുറപ്പെടാനും പറ്റത്തില്ലല്ലോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റായി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താനുള്ള സാധ്യതയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? ഡോക്ടർ അരുൺ, ഇനി ഇറങ്ങിയാലും തിരുവനന്തപുരത്ത് എത്താമെന്നുള്ളതാണ്. ഞാനൊരു പത്തനംതിട്ട സ്വദേശിയാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂർ മാത്രമാണ് ഈ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ഒരു ദൂരമെന്ന് പറയുന്നത്. ഇപ്പോൾ സമയം 7 മണി 8 മണി അടുപ്പിച്ചാകാറായിട്ടേ ഉള്ളൂ, 7:14 ആയിട്ടുള്ളൂ. എന്തായാലും സമയം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ വീട് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. രാഹുലിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, രാഹുൽ ഫോൺ എടുക്കുന്നില്ല. അതുപോലെ തന്നെ കോളിംഗ് ബെല്ല് അമർത്തി കഴിഞ്ഞാലും വീട്ടിൽ ആളില്ലാത്ത നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും രാഹുൽ വീടിനുള്ളിൽ തന്നെ ഉണ്ട്. ഇതുവരെയും മാധ്യമങ്ങളെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. വീടിന് മുൻപിൽ 2 വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഈ 2 വാഹനങ്ങളാണ് രാഹുലിന് നിലവിലുള്ളത്. ഈ 2 വാഹനങ്ങളും ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ പുറത്തിറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 1 മാസമായി വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞു വരികയാണ്. ഈ ആരോപണങ്ങളും അതേപോലെ തന്നെ ഈ അന്വേഷണങ്ങളും ഒക്കെ വരുമ്പോഴും രാഹുൽ ഈ പ്രദേശത്ത് തന്നെ വീടിനുള്ളിൽ തന്നെ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും MLA ബോർഡില്ല വാഹനത്തിൽ നിന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണെന്നുള്ളതാണ്. എന്തായാലും 2 വാഹനങ്ങളും ഇവിടെ തന്നെ വീടിന് മുൻപിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി CCTV അടക്കം വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ രാഹുൽ പുറത്തുള്ളവരെയൊക്കെ കാണുന്നുണ്ടാകാം. എന്തായാലും ഇതുവരെയും ഇറങ്ങി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആരോപണം ഉണ്ടാകുന്ന സമയത്തൊക്കെ രാഹുൽ രാവിലെ ഇറങ്ങി വന്ന് പത്രമെടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം രാഹുൽ ഇതുവരെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇറങ്ങിയാലും എത്താവുന്നതേ ഉള്ളൂ. 10 മണിയോടുകൂടി സഭാ സമ്മേളനം തുടങ്ങിയതിന് ശേഷവും വേണമെങ്കിൽ സഭയിൽ പ്രവേശിക്കാവുന്നതാണ്. അതിൻ്റെ സാങ്കേതികത്വവും അതുപോലെ തന്നെ എന്താകും പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ റോഷി പാൽ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് രാഹുലിൻ്റെ കാര്യങ്ങൾ നീങ്ങും. ഇത് ഭരണപക്ഷത്തിന് ഒരു തുറുപ്പുചിട്ടായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേവലം ആരോപണങ്ങളല്ല, ഇത് പരാതികളാണ്. അല്ലെങ്കിൽ അത് കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് റിപ്പോർട്ടർ TV അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇന്ന് ഈ വീട്ടിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത്
കണ്ടത്. പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളോടുള്ള സംസാരമാണ്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പാർലമെന്ററി പാർട്ടി അംഗമെന്നുള്ള നിലയിൽ രാഹുൽ സഭയിൽ തുടരാം, പക്ഷേ അതിനപ്പുറത്തേക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വീടിന് മുന്നിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇന്ന് അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. കാരണം അത്രത്തോളം ഒരു വലിയ ആരോപണം, അല്ലെങ്കിൽ ഒരുപാട് യുവതികൾ, വനിതകളൊക്കെ ഒരു MLA-ക്കെതിരെ, ജനപ്രതിനിധിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ആ തരത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ സമത്വവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള തരത്തിൽ അവിടുത്തെ മാധ്യമങ്ങൾ ആ രീതിക്ക് തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേവല ആരോപണങ്ങൾ മാത്രമല്ല, ഈ പരാതികൾക്ക് കഴമ്പുണ്ട്, അടിസ്ഥാനമുണ്ട് എന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ ഓഡിയോ സന്ദേശങ്ങൾ അടക്കം രാഹുൽ ഇപ്പോഴും ഈ കാര്യങ്ങൾ നിഷേധിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ മാനഹാനിക്കോ നഷ്ടത്തിനോ ഒക്കെ പോകാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴും അത്തരത്തിലൊരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം LDF കൺവീനർ അടക്കം കൃത്യമായി പറയുകയും ചെയ്തു. രാഹുലിന്റെ കാര്യം UDF-ന്റെ മാത്രം കാര്യമാണ് എന്ന് കരുതാൻ സാധിക്കില്ല. അങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയം കേരള ജനത ഒന്നായി ഏറ്റെടുക്കുകയില്ല. ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ എത്തുമോ? തിരുവനന്തപുരത്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്താ ഉറപ്പ് എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു. അങ്ങനെ ഇല്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ രാഹുൽ? ഒരു പ്രേക്ഷകൻ പറയുന്നത് രാഹുൽ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചുമ്മാ ട്രോളുന്നതാണ്, കാര്യമാക്കണ്ട. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തന്നെ ഉണ്ട് അല്ലേ? അതിനുള്ള സാധ്യതയാണ് ഇത് നിലവിൽ കാണുന്നത്. എന്തായാലും രാത്രിയിലൊക്കെ തന്നെ മാധ്യമങ്ങളിൽ ഈ പുറത്തുണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം ചർച്ച ചെയ്ത ഒരു വിഷയം വേറൊന്നില്ല. കാരണം ഒരു MLA-ക്കെതിരെ ഒരു ലൈംഗിക അതിക്രമ പരാതിയോ ആരോപണങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒന്നോ രണ്ടോ സ്ത്രീകളല്ല, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പെൺകുട്ടികൾ, അത് പാർട്ടിക്കകത്തു നിന്ന് വരുന്നു, അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിൽ നിന്ന്, അങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്ന ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കും. അത് രാഷ്ട്രീയ കേരളം രാവിലെ കാപ്പിയും ചായയൊക്കെ കുടിച്ച് അവിടെ തുടരുക. കാരണം ഇന്നിപ്പോൾ സഭയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുമോ എന്നതാണ് ആദ്യമേ അറിയേണ്ടത്. പുറപ്പെട്ടാലല്ലേ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നസെന്റ് പറയുന്നത് പോലെ കുറച്ച് നേരത്തെ പുറപ്പെട്ടാലോ നടക്കൂല, സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം